നമസ്കാരം, ഞാൻ ഡോക്ടർ ജയേഷ് എസ്, കൺസൾട്ടൻറ്റ് വാസ്കുലർ സർജൻ, പ്രാൺ ഹോസ്പിറ്റൽ. ആദ്യമായി നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്ന വാസ്കുലർ സർജൻ ആരാണെന്നുള്ളതാണ്. രക്തധമനികൾ, രക്തസിരകൾ, ലിംഫാറ്റിക്സ് എന്നിവയുടെ സർജനെയാണ് വാസ്കുലർ സർജൻ എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് രോഗങ്ങളെക്കുറിച്ചാണ്. ധാരാളം ആൾക്കാർക്കുള്ള രണ്ട് രോഗങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒന്ന് വെരിക്കോസ് വെയിൻ, രണ്ടാമതായി POVD, അതായത് രക്തധമനികളിലുള്ള അടപ്പ്. ഇത് രണ്ടുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള രക്തക്കുഴലുകൾക്ക് നീളം കൂടുന്നതും അതേപോലെ തന്നെ അത് വളഞ്ഞ പുളഞ്ഞ ആകൃതിയിലുള്ളതും ആകുന്നതിനാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അതൊരു ശരീരഘടനയിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ്. അതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യത്തെ സ്റ്റേജിൽ ഇത് വെരിക്കോസ് വെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഞരമ്പുകളായിട്ട് മാത്രമേ അത് ഉണ്ടാകത്തുള്ളൂ. അതിനുശേഷം നമുക്ക് അതിൽ ഒരു വേദന ഉണ്ടാകാം. അതിനുശേഷം കാല് കറുക്കാം. അതിനുശേഷം കാലിൽ പുണ്ണ് അങ്ങനെയുള്ള ഇതെല്ലാം വരാം. അതുപോലെ തന്നെ അത് ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞാൽ അതിൽ ബ്ലീഡിങ് ഉണ്ടാവാം, ഇൻഫെക്ഷൻ ആവാം, ഒരു പക്ഷേ കാല് തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയേക്കാം. ഇപ്പോൾ വാസ്കുലർ സർജൻ അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങളോട് ഞാൻ പറയാം. വാസ്കുലർ സർജന് രക്തക്കുഴലുകളുടെ സ്കാൻ ചെയ്യാൻ പറ്റും. സ്കാൻ ചെയ്ത് അതിലെന്താണ് അസുഖം എന്നുള്ളത്, ഏത് ലെവലിലാണ് അസുഖം, ഇതെല്ലാം നമുക്ക് നിജപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ അതിന് സ്പെസിഫിക് ആയിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റാണ്, എല്ലാ വെരിക്കോസ് വെയിനും ഒരേ കണക്കുള്ള ട്രീറ്റ്മെൻറ്റ്, ഓരോ സെഗ്മെൻറ്റിനും എവിടെയാണ്, അത് മുട്ടിന് മുകളിലാണോ താഴെയാണോ അങ്ങനെയുള്ളതെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതിലുള്ള എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇന്നിപ്പം ഓപ്പൺ സർജറി ഗൈഡ്ലൈൻസ് പഠിയൊന്നും ഓപ്പൺ സർജറി അങ്ങനെ അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറല്ല. അപ്പം മുട്ടിന് മുകളിലുള്ള രക്തക്കുഴലിലാണ് ഇതുപോലെ വെരിക്കോസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചൂട് ഉപയോഗിച്ചിട്ടുള്ള എൻഡോവീനസ് തെർമൽ അബ്ലേഷൻ, അതായത് ചൂട് ഉപയോഗിച്ചിട്ടുള്ള ശസ്ത്രക്രിയകളുണ്ട്. അതിനുപയോഗിക്കുന്ന ലൈറ്റ് സോഴ്സുകളാണ്, എല്ലാം ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് സോഴ്സുകളാണ് ഉപയോഗിക്കുന്നത്. ലൈറ്റ് സോഴ്സ് ആണെങ്കിൽ ലേസർ ഉപയോഗിക്കും, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് സോഴ്സുകളാണെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി, മൈക്രോവേവ് എന്നിങ്ങനെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉപയോഗിക്കും. ഇതെല്ലാം ലാസ്റ്റ് ചൂടാണ് ജനറേറ്റ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ചിട്ട് ആ വെയിനെ കരിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇനി മുട്ടിന് താഴോട്ടുള്ള വെരിക്കോസിറ്റികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്ലീറോതെറാപ്പി ഉണ്ട്. ആ സ്ക്ലീറോതെറാപ്പിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെമിക്കൽ നമ്മൾ രക്തക്കുഴലിനകത്ത് ഇഞ്ചെക്ട് ചെയ്ത് ഇതേപോലെ വെയിനുകളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂ തെറാപ്പിയാണ്. ഗ്ലൂ തെറാപ്പി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മേജറായിട്ടുള്ള ഒരു അനസ്തീഷ്യ ആവശ്യമില്ല. അതിനകത്ത് നമ്മൾ വെയിനകത്ത് പച്ച പോലുള്ള ഒരു ഉൽപ്പന്നമുണ്ട്. അത് നേരിട്ട് ഇഞ്ചെക്ട് ചെയ്ത് അൾട്രാസൗണ്ട് ഉപയോഗിച്ച് നേരിട്ട് ഇഞ്ചെക്ട് ചെയ്ത് ആ വെയിനെ നശിപ്പിച്ച് കളയുന്ന പ്രക്രിയയാണ്. അപ്പോൾ അതിന് വേദനയും കുറവാണ്, അതിന് അനസ്തീഷ്യ ആവശ്യമില്ല. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ വെരിക്കോസ് വെയിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പൊതുവേ നമുക്ക് കേൾക്കുന്ന കുറച്ച് സംശയങ്ങളുണ്ട്. ഈ വെരിക്കോസ് വെയിനിൽ നമുക്ക് എന്തെങ്കിലും ഒരു സർജറി അല്ലാതെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത്. വെരിക്കോസ് വെയിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ, അതായത് വെരിക്കോസ് വെയിൻ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ അതിനകത്ത് ഈ പറയുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതോ നീരോ കാലിൽ നിറവ്യത്യാസമോ മുറിവോ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്രഷൻ സ്റ്റോക്കിങ്സ്, അതായത് പ്രഷർ നൽകുന്ന ചില സോക്സുകൾ, ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വേറെ ചില ചോദ്യങ്ങൾ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിക്കോസ് വെയിനകത്തുനിന്ന് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ, അത് മാറുമോ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു മരുന്നിട്ടാൽ വെരിക്കോസ് വെയിനിൻ്റെ മുകളിൽ ഒരു മരുന്നിട്ട് കഴിഞ്ഞാൽ അത് കുറയുമോ, അങ്ങനെയുള്ളതൊന്നും ഇതിൽ ഈ ട്രീറ്റ്മെൻറ്റിൽ ഫലവത്തായ ട്രീറ്റ്മെൻറ്റുകളല്ല. അതെല്ലാം ഈ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ ശാരീരിക ഘടനയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ അതിന് സർജറിയിലൂടെ മാത്രമേ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. അതിലിപ്പോൾ ഉപയോഗിക്കുന്ന സർജറിയിലെല്ലാം വലിയ തരത്തിലുള്ള മുറിവുകളൊന്നും ഉണ്ടാക്കാതെയാണ് ഈ പറഞ്ഞ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്നത്. ഇതാണ് നിങ്ങളോട് വെരിക്കോസ് വെയിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്.